അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്. അപ്പോൾ ആദ്യമായിട്ട് ട്രേഡിങ്ങിലേക്ക് വരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒരു ട്യൂട്ടോറിയൽ ചെയ്യാനോ ആവശ്യപ്പെടുകയാണെങ്കിൽ ഐ ഡു ദാറ്റ്. സോ പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നിഫ്റ്റി 50യിൽ ഏകദേശം 10 പോയിൻറ്റിലപ്പുറം 25% റിട്ടേൺസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിഫ്റ്റി 50യിൽ 19 മെയിൽ എക്സ്പയറി ഡേറ്റ് വരുന്ന രീതിയിൽ 24,000ലാണ് ഞാൻ ഈ ട്രേഡ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏകദേശം 15 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് 25% റിട്ടേൺസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 10 പോയിൻറ്റ് താഴെ ഒരു മിനിമൽ പോയിന്റ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും അധികം ആളുകൾ ലോസ് ഇൻക്വയറി ചെയ്ത് വരുന്ന ഒരു ട്രേഡാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. അതുപോലെ തന്നെ നിങ്ങളുടെ എൻറ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ് വൈപ്പ് ഔട്ട് ചെയ്യാനും കഴിവുള്ള ഒരാളാണ് ഈ ഫ്യൂച്ചർ ഓപ്ഷൻ. അപ്പോൾ ഈ ട്രേഡിംഗ് മാർക്കറ്റിലേക്ക് വരുന്ന ഒരാൾ ഒരിക്കലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ സ്റ്റോക്സിൽ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് റിട്ടേൺസ് എടുത്തതിന് ശേഷം മാത്രമേ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ ഇറങ്ങാവൂ. അല്ലാതെ ആദ്യമേ നിങ്ങൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള അറിവില്ലെങ്കിൽ നിങ്ങളുടെ എൻറ്റയർ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ഗെറ്റ് വൈപ്ഡ് ഔട്ട്. അപ്പോൾ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങൾക്ക് പറ്റിയ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിൽ ഏകദേശം 660 റുപ്പീസാണ് ഞാൻ റിട്ടേൺസ് എടുത്തിട്ടുള്ളത് ഏകദേശം 15 ടൈം ഫ്രെയിമിൽ. അതേപോലെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ പ്ലീസ് ഫോളോ ഫോർ ദ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു ഗൈസ്.